ആയുധം നിറയെ കേരളത്തിൽ ഇക്കഴിഞ്ഞ 1-2 മാസങ്ങളിലായിട്ട് ഗാർഹിക അതിക്രമങ്ങൾ സഹിക്കവയ്യാതെ ജീവിതമൊടുക്കിയ കുഞ്ഞുങ്ങളുമായി നൊന്ത് പ്രസവിച്ച കുഞ്ഞുങ്ങളുമായി ജീവനൊടുക്കിയ സ്ത്രീകളുടെ ചിത്രങ്ങളാണ് ഇതിൽ കാണുന്നത്. നമ്മുടെ വീട് സ്വർഗമാണ് എന്നാണല്ലോ പറയുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ കാണുന്നുണ്ട് കൃത്യമായിട്ടും ഓരോ ദിവസവും പീഡനങ്ങളിൽ ആത്മഹത്യ ചെയ്യുന്ന സ്ത്രീകളെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്, നമ്മൾ അറിയുന്നുണ്ട്, നമ്മൾ അനുഭവിക്കുന്നുണ്ട്. കൂടെ ഇരിക്കുന്ന സ്ത്രീകളെ സംബന്ധിച്ച് ഓരോ സംഘടനകളെ സാംസ്കാരികവും രാഷ്ട്രീയവും സാമൂഹികവുമായിട്ടുള്ള സംഘടനകളിൽ നിന്നും ഏറ്റവും ഉയർന്ന രീതിയിൽ ഏറ്റവും പുരോഗമനാത്മകമായി ചിന്തിക്കുകയും ഏറ്റവും ഈ ഭൂമിയിൽ സ്ത്രീയും പുരുഷനും എല്ലാം അവകാശപ്പെട്ടതാണെന്നും ഇവിടെ എഴുതപ്പെട്ട ഒരു ഭരണഘടനയുണ്ടെന്നും 1950 നിലവിൽ വന്ന ഭരണഘടന നമുക്കുണ്ട്. സ്ത്രീയെ സംരക്ഷിക്കുന്ന ധാരാളം നിയമങ്ങൾ, എഴുതപ്പെട്ട നിയമങ്ങൾ നമുക്കുണ്ട്. പക്ഷേ എന്താണ് നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എന്താണ് നമ്മുടെ സ്ത്രീകൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തിനാണ് അവർ കുഞ്ഞുങ്ങളുമായിട്ട് അവർ നല്ലൊരു ജീവിതം സ്വപ്നം കണ്ട്, എന്നാൽ ആ സ്വപ്നം കണ്ട ജീവിതത്തിന്റെ 100-ൽ 1 പോലും അല്ല യഥാർത്ഥ ജീവിതം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ സ്ത്രീകൾ ഇത് ഈ രീതിയിൽ ചെയ്യുന്നത്. ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ പറയുന്നു, ഞങ്ങളുടെ അതായത് കേരളത്തിലുടനീളം ഒരുപാട് ദീർഘമായ ഒരു പ്രസംഗത്തിലേക്ക് പോകുന്നില്ല. കാരണം ഇവിടെ ധാരാളം ആളുകൾ സംസാരിക്കുന്നുണ്ട്. ഞങ്ങൾ പാട്ടും പറച്ചിലുമായിട്ടാണ് ഒത്തുകൂടുന്നത്. തന്നെ ഈ ഓരോ സംഭവങ്ങൾക്ക് ശേഷം ഞങ്ങൾ ചിന്തിച്ചു, ഞങ്ങൾ ഒരു കൂട്ടം സ്ത്രീകൾ ചിന്തിച്ചു, ഇങ്ങനെ പോയാൽ ശരിയാവില്ല എന്ന്. അങ്ങനെ ഞങ്ങൾ സംസ്ഥാന തലത്തിൽ ഫോറം അഗൈൻസ്റ്റ് ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ടാക്കി. അതായത് ഗാർഹിക അതിക്രമങ്ങൾക്കെതിരെ എവിടെയെങ്കിലും ഗാർഹിക അതിക്രമങ്ങൾ ഉണ്ടായാൽ ഇടപെട്ടും നിങ്ങൾ ഞങ്ങളോട് സ്ത്രീകളായിട്ടില്ല, ഞങ്ങളെ ശ്രമിക്കുന്നവർ നിങ്ങൾക്ക് പ്രശ്നമുണ്ടാകുമ്പോൾ നിങ്ങൾ ഞങ്ങളുടെ അടുത്ത് വരൂ. ഞങ്ങൾ നിങ്ങളെ സ്വീകരിച്ച, ഞങ്ങൾ നിങ്ങളെ നെഞ്ചോട്, ഞങ്ങൾ നിങ്ങളെ മാറോട് ചേർത്ത നിങ്ങളുടെ മനസ്സ് ഞങ്ങൾക്കറിയാമെന്ന് ഞങ്ങൾ ഉത്തമ വിശ്വാസത്തിൽ ഓരോരുത്തരും ഇവിടെ പറയുകയാണ്. ഞങ്ങളുണ്ട് നിങ്ങൾക്ക്. ഞങ്ങളുടെ സാമീപ്യം, അതായത് ഫോറം അഗൈൻസ്റ്റ് ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറയുന്ന ഒരു സംഘടന ഇവിടെയുണ്ട്. നിങ്ങൾ വരണം. അങ്ങനെ ആ സംഘടനയുടെ സാമീപ്യം അറിയിക്കുക എന്നുള്ളത് മാത്രമാണ് ഈ കൂട്ടായ്മയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ടും പാട്ടും പറച്ചിലുമായി ഞങ്ങൾ കുറച്ച് സമയം ഇവിടെ ഉണ്ടാകുമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ഗാർഹിക പ്രതിരോധ സമിതി സിന്ദാബാദ്. ഗാർഹിക പീഡനം ഒരിക്കലും സഹിക്കരുത്. സ്ത്രീയുടെ ശരീരം സ്ത്രീയുടെ തീരുമാനം. മൗനം ഭേദിച്ച് പീഡനത്തിനെതിരെ ശബ്ദിക്കുക. നീതി ലക്ഷ്യം. പീഡനം കുറ്റം, നീതി ലക്ഷ്യം. വീട് സുരക്ഷിതമായ ശബ്ദമാകട്ടെ, നരകമല്ല. വീട് സുരക്ഷിതമായ ശബ്ദമാകട്ടെ, നരകമല്ല. ഗാർഹിക പീഡനം കുറ്റകൃത്യമാണ്. നിലപാടെടുക്കൂ. സ്ത്രീകൾക്കെതിരെയുള്ള അക്രമം സമൂഹത്തിനെതിരെയുള്ള അപരാധം. പീഡനത്തിനെതിരെ ശബ്ദിക്കൂ. പീഡനം സഹിക്കില്ല. നീതി ആവശ്യപ്പെടുന്നു. സ്ത്രീകളുടെ ബലമാണ് സമൂഹത്തിന്റെ ബലം. അവളെ സംരക്ഷിക്കൂ. പീഡനത്തിന് ഒരു ഒറ്റുമുദ്രയും നീതിക്ക് ഒരു കൊള്ളുമുദ്രയും. ഗാർഹിക പീഡന പ്രതിരോധ സമിതി സിന്ദാബാദ്. ഗാർഹിക പീഡന പ്രതിരോധ സമിതി സിന്ദാബാദ്. ഗാർഹിക പീഡനം ഒരിക്കലും സഹിക്കരുത്.
നീതി ആവശ്യപ്പെടുന്നു. പ്രിയമുള്ളവരെ, ഈ കൂട്ടായ്മയിൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തുള്ളവർ, അഭിഭാഷകർ, പ്രോസിക്യൂട്ടർമാർ, യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർമാർ എല്ലാവരും തന്നെയുണ്ട്. ഇവിടെ പാടാനും പറയാനുമായി ആണ് എത്തിയിരിക്കുന്നത്. വനിതാ സാഹിതിയുടെ ജില്ലാ സെക്രട്ടറി PK ജലജാമണി, വനിതാ സാഹിതിയുടെ മാണിക്യം പിന്നെ എന്ന നാടൻ പാട്ട് ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിനെ, അതായത് വനിതാ സാഹിതിയുടെ മാണിക്യം പിന്നിനെ ഈ യോഗത്തിലേക്ക് 2 വാക്കുകൾ പറയാനും ശേഷം പാട്ടിനുമായിട്ട് ക്ഷണിക്കുക. മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഗാർഹിക പ്രതിരോധ സമിതി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്ന ഈ പ്രതിരോധ കൂട്ടായ്മയെ കേൾക്കുന്ന മുഴുവൻ ജനാധിപത്യ വിശ്വാസികൾക്കും മതേതര വിശ്വാസികൾക്കും ഞങ്ങൾ ആദ്യമായി അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. അക്ഷരനഗരിയുടെ ഹൃദയത്തിൽ ഇന്ന് കുറച്ച് വനിതകൾ ചേർന്ന് ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ഞങ്ങൾക്ക് ഈ സമൂഹത്തോട് പറയാനുള്ളത്, സമൂഹത്തിന്റെ നേർപ്പാതയിൽ അധികം വരുന്ന സ്ത്രീകളോടുള്ള ഓരോ അതിക്രമങ്ങളും സമൂഹത്തിന് നേരെയുള്ള അതിക്രമങ്ങളാണ് എന്ന തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകണം എന്നാണ്. അതുകൊണ്ട് തന്നെ ഇന്നിവിടെ പാട്ടിലൂടെ പണ്ടും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങളെ പ്രതിരോധിച്ചിട്ടുണ്ട്. സ്ത്രീക്ക് അവളുടെ ഒരു തടുത്തു നിർത്താനാവുമെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. ഡൽഹിയിലെ തെരുവീഥികളിൽ തടഞ്ഞു നിർത്തിയ കാലത്തിന്റെ ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പാട്ടിലൂടെ പ്രതിരോധിക്കുന്നു. പാട്ട് ഒരു പ്രതിരോധ ആയുധമായി എടുക്കുന്നു. ഒരു പുരിക കൂടി മതിയാകും മതിയാകും അരുതായ്മകളോടെതിരറിയിക്കാൻ ഒരു പുരിക കൂടി മതിയാകും. തെറ്റിനെ നോക്കി വിധിക്കാൻ നമ്മുടെ ഒറ്റ വിരൽ തല മതിയാകും. കഴുകൻ പിളർന്നു വരുമ്പോൾ ഒന്നു പിടഞ്ഞാൽ പ്രതിരോധം. കഴുകൻ പിളർന്നു വരുമ്പോൾ ഒന്നു പിടഞ്ഞാൽ പ്രതിരോധം. അതിനു പോലും കഴിയാതായാൽ അലിഞ്ഞു പോവതു സാഫല്യം. അരുതായ്മകളോടെതിരറിയിക്കാൻ ഒരു പുരിക കൊടി മതിയാകും. തെറ്റിനെ നോക്കി വിധിക്കാൻ നമ്മുടെ ഒറ്റ വിരൽ തല മതിയാകും. ഇരുളിരുളാണ് ഇരുളിൽ നിന്നിരുമിഴികൾ പൊട്ടിക്കരയാതെ. ഇരുളിരുളാണ് ഇരുളിൽ നിന്നിരുമിഴികൾ പൊട്ടിക്കരയാതെ. ഇരുട്ടു കീറി മുറിക്കാൻ ഇത്തിരി കൈത്തിരി വെട്ടം മതിയാകും. ഇരുട്ടു കീറി മുറിക്കാൻ ഇത്തിരി കൈത്തിരി വെട്ടം മതിയാകും. അരുതായ്മകളോടെതിരറിയിക്കാൻ ഒരു പുരിക കൊടി മതിയാകും. തെറ്റിനെ നോക്കി വിധിക്കാൻ നമ്മുടെ ഒറ്റ വിരൽ തല മതിയാകും.